മക്കളെ ഞാൻ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ കെമിസ്ട്രി 9th കെമിസ്ട്രിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ. മാത്രമല്ല അറിഞ്ഞു പഠിക്കാൻ താല്പര്യപ്പെടുന്ന മക്കൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആവുന്ന രീതിയിലാണ് എൻ്റെ ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് +1 ഇതിന് ചെറിയ കണക്ഷൻ ഉണ്ട്. അതായത് നമുക്കറിയാം ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ തറ എന്ന് പറയുന്ന ഭാഗമാണ് അല്ലേ. സോ നിങ്ങൾ +1 +2ലേക്ക് ഒരുക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ സിമ്പിളി പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ +1 പഠിക്കുന്ന കുറേ കാര്യങ്ങൾ അഥവാ അതിൻ്റെ ബേസ്മെൻറ്റ് 9th എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം. അതായത് നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് സ്ക്രീൻഷോട്ട് വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നോക്കാം, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ളതിൽ. +1 കെമിസ്ട്രിയിൽ നിങ്ങൾ കാണാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരും എന്താണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ്. ഇതാണ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. സോ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ സെക്കൻഡ് ചാപ്റ്റർ +1 നമുക്കറിയാം കുറേ കൺസെപ്റ്റ് പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. എന്നാലും നമുക്ക് അവിടെ ഇത് ഞാൻ അന്ന് പഠിച്ചതാണല്ലോ എന്ന് ഓർക്കാവുന്ന രീതിയിൽ കുറേ കാര്യങ്ങളുണ്ട്. നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇനിയോ നോക്കടാ, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ്, അതായത് നമ്മുടെ 9th ടെക്സ്റ്റ് ബുക്കാണ്. സെയിം സാധനം എവിടെ വരുന്നുണ്ട് മക്കളെ, നോക്കടാ കണ്ടോ, സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്നുള്ളൊരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ എവിടെ വരുന്നുണ്ട്. കണ്ടോ നിങ്ങൾ ചിത്രം കണ്ടോ, ഇതേ പിക്ചറാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. സോ ഞാൻ പറയുന്നത് എന്താണ്, ഞാൻ വീണ്ടും പറയുന്നു, +1 ഒരു തയ്യാറെടുപ്പ് നമ്മൾ 9th തുടങ്ങുകയാണ്. അത് വളരെ നല്ല മുന്നേറ്റം മക്കളെ. അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് +1 പോയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അന്തം വിടണ്ട, അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം 9th നിങ്ങൾ കുറേയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഗം കണ്ടതാണ്. അപ്പോൾ നമുക്ക് തോന്നും അല്ലേ, നമുക്ക് പഠിച്ച കാര്യം അറിയാൻ വീണ്ടും താല്പര്യമില്ലേ. സോ നമ്മൾ 9th പഠിച്ചതിൻ്റെ ഒരു എക്സ്ട്രാ പഠിക്കലായിരിക്കും 11th നമുക്ക് +1 വരുന്നത്. അടുത്ത ഭാഗം നോക്കടാ, ഡിസ്കവറി ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇത് NCERT ആണ്. ഇത് നമ്മുടെ ന്യൂ ടെക്സ്റ്റ് ബുക്കാണ്. കണ്ടങ്ങൾ പ്രോട്ടോണിൻ്റെ ഡിസ്കവറി കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. അടുത്തതോ നോക്കണം, എന്താണെങ്കിൽ ഇത് NCERTയിൽ +1 ഒരു ടേബിളാണ്. ഏകദേശം സിമിലർ ടേബിൾ അവിടെ വരുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട് കണ്ടങ്ങൾ. അപ്പോൾ അതൊക്കെ സെയിം ആണ്. ഇതൊക്കെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഒരുക്കാണ്, നിങ്ങൾ എന്ത് ചെയ്യാണ്, റെഡിയാക്കി വെക്കുകയാണ് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ. ഇനിയോ പ്ലം പുഡിംഗ് മോഡൽ, J.J. തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡൽ നമ്മളെവിടെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട് നമ്മളെ 9th. സെയിം സാധനം നമുക്ക് അവിടെയും പഠിക്കാനുണ്ട് കണ്ടങ്ങൾ. അപ്പോൾ നമുക്ക് അത്രയും ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. ഇനിയോ നോക്കടാ, റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്നുള്ള ഹെഡിങ് ആണ് ഇവിടെ കൊടുത്തത്, +1 ഹെഡിങ് കൊടുത്തത്. നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുണ്ട് റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് പഠിക്കാനുണ്ട്. സോ ഈ എക്സ്പെരിമെൻറ്റിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ മോഡൽ ഉണ്ടാക്കിയത്. വീണ്ടും ബെനിഫിറ്റ് അല്ലേ. അതെ. ഇനിയോ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഒരു ഹെഡിങ് ആണ് +1. ഇവിടെ എന്താണ്, അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ സെയിം ഹെഡിങ്ങടാ കണ്ടങ്ങൾ. അപ്പോൾ ഞാനിനി പറയേണ്ട ആവശ്യമില്ല, എന്താണ് നിങ്ങൾക്ക് അത്രയും എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉറപ്പാണ്, ഒരു ഡൗട്ട് അതിൽ വേണ്ട. ഇനിയോ നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ എന്ത് ചെയ്യുന്നുണ്ട്, +1 പറയുന്നുണ്ട്, ഇവിടെയും പറയുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, +1 ഇത് മാത്രമല്ലേ ഉള്ളൂ. ഈ നീൽസ് ബോറിൻ്റെ മോഡലും അതിനുശേഷം വരുന്ന അതിൻ്റെ കണ്ടെത്തലുകളും പിന്നെ അതിനുശേഷം വന്ന ക്വാണ്ടം മെക്കാനിക്കൽ മോഡലൊക്കെ എന്ത് അവിടെ പറയുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഒരു ബേസാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഞാൻ വീണ്ടും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ വെറുതെ ഒരു മാർക്കിന് വേണ്ടി പഠിക്കുക എന്നതിലൊരു ഉപരി എന്ത് ചെയ്യണം, നമ്മൾ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം നമുക്കിത് 9th ക്ലാസ്സിൽ ഉപേക്ഷിക്കാനുള്ളതല്ല. 10th ക്ലാസ്സും കഴിഞ്ഞ് +1 എത്തുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും അറിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ പറയണം, എജുബോർഡിൻ്റെ മക്കൾ പറയണം, സാർ ഞങ്ങളിതൊക്കെ പഠിച്ചാണ്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നതാണ്, ഇനി അതിനേക്കാൾ എക്സ്ട്രാ ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, കുറച്ചും കൂടി പോയിന്റ്സ് അറിഞ്ഞാൽ മതി എന്നുള്ള മൈൻഡിൽ നിങ്ങളാവണം. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, 9th ഇപ്പോൾ തന്നെ തറപ്പിച്ച് പഠിച്ച് മുന്നോട്ട് പോവുക മക്കളെ. ഓൾ ദി ബെസ്റ്റ്. എപ്പോഴും കൂടെ ഉണ്ടാവും എജുബോർഡ്. സോ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.